Good morning. Good morning, ma'am. Okay, good morning. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ആഘോഷിച്ചോ? ആഘോഷിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓക്കെ നല്ലായിരുന്നു. ഇവിടെ സെലിബ്രേഷൻ നല്ലതായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ. ഹരി നല്ലതായിരുന്നു. ക്രിസ്മസ് ഒക്കെ നല്ല ആഘോഷമൊക്കെ ആയിരുന്നു. ഇനി എന്താ അടുത്ത പരിപാടി? ന്യൂ ഇയർ ആയിരിക്കും അല്ലേ? ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് EEG വരെയാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. EEG വരെയാണ്, അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെ? അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ തുടർന്നുള്ള നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് EEG കണ്ടു, ECG കണ്ടു. ഓരോ മെഡിക്കൽ എക്യുപ്മെന്റ്സും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് 20ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണെന്നറിയാമോ? ഒഫ്താൽമോസ്കോപ്പ് ആണ് കേട്ടോ. എന്താണ് ഒഫ്താൽമോസ്കോപ്പ്? ആ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലെ? ഒഫ്താൽമോസ്കോപ്പ്, ഒഫ്താൽമോളജി എന്നൊക്കെ തന്നെ ആണ് അല്ലെ? നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. കണ്ണിന് നമുക്ക് എന്താണ് നേത്ര പ്രശ്നങ്ങള് അല്ലെങ്കിൽ നേത്ര വൈകല്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒഫ്താൽമോസ്കോപ്പ്. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം എന്താന്നുള്ളത്. ഒഫ്താൽമോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഐ ആണ് അല്ലെ? കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഒഫ്താൽമോസ്കോപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് വായിക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി കേട്ടോ. ആ പേര് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫണ്ടോസ്കോപ്പി, ഇനി ഫണ്ടോസ്കോപ്പ് കേട്ടോ. ഫണ്ടോസ്കോപ്പ് എന്നാണ് ആ മെഡിക്കൽ എക്യുപ്മെന്റിന് നമ്മൾ പറയാ. ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ് എന്നാണ് പറയാ. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കുക, ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി ഇസ് എ ടെസ്റ്റ്. ഓക്കെ. ഫണ്ടോസ്കോപ്പി ആ പ്രൊസീജിയർ എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് വിച്ച് പെർമിറ്റ്സ് എ ഹെൽത്ത് പ്രൊഫഷണൽ to watch inside the fundus of the eye and other structures using an ophthalmoscope or എന്നാണ് കേട്ടോ, ഓഫ് അല്ല കേട്ടോ, or a fundoscope. അപ്പൊ എന്താണ് ഈ ഫണ്ടസ് ഓഫ് ദ ഐ? എന്തുകൊണ്ട് ആ പേര് വരാൻ കാരണം? ഫണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന്റെ പിൻഭാഗമാണ് കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസ് ഓഫ് ദ ഐ ആണ്, കണ്ണിന്റെ പിൻഭാഗമാണ് എന്ന് പറഞ്ഞാല് അവിടെ റെറ്റിനയുണ്ട്, അതുപോലെ ബ്ലഡ് വെസൽസ്, പിന്നെ എന്താ പറയാ കൊറോയിഡ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ണിന്റെ പിൻഭാഗം. റെറ്റിന എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ്, ഏറ്റവും അകത്തുള്ള ലെയറാണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ലെയറാണ് കൊറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന റെറ്റിന, കൊറോയിഡ്, മറ്റ് ബ്ലഡ് വെസൽസുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ലെയർ, ഏറ്റവും പുറം ഭാഗം, ഏറ്റവും എന്താ പറയാ ഉള്ളിലുള്ള ഭാഗം, അതാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ണിന്റെ ആ പിൻഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട്, മാത്രമല്ല മറ്റു ഘടനകളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്. എന്താണ്? ഓക്കെ സുഷ. അപ്പൊ അതാണ് ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ടെസ്റ്റിന് നമ്മൾ എന്ത് പറയും? ഫണ്ടോസ്കോപ്പി എന്നാണ് പറയും. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. Ophthalmoscope, also called fundoscopy, is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. Okay. It is performed as a part of an eye examination and may be performed as a part of a customary physical examination. സാധാരണയായിട്ട് ഇത് എന്താ പറയാ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്.
അത് കൂടാതെ എന്താണ് കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ. കസ്റ്റമറി എന്ന് പറഞ്ഞാൽ എന്താ, പതിവ് പരിശോധന അല്ലെ. സാധാരണ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടും ഈ ഒരു ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ടും അതല്ലാതെ നമ്മുടെ സാധാരണ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടും ഏത് എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയല്ലോ? ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ സംഭവം ഉണ്ട് കേട്ടോ, ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. 21ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാല്, നമ്മൾ ECG പഠിച്ചിരുന്നു അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കെ എന്താണ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ECG. അതേ ECG തന്നെ, പക്ഷെ എന്താണ് ECG സാധാരണ എടുക്കുമ്പോൾ ഒരു 10 to 15 സെക്കൻഡ്സ് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നത്. ഒരു 10-15 സെക്കൻഡുകളുള്ള ആ ഒരു ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ അതല്ല, ECG തന്നെയാണ്, പക്ഷെ എന്താണ് 24 അല്ലെങ്കിൽ 48 മണിക്കൂർ തുടർച്ചയായിട്ട്, ഓക്കെ, 24 തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ പോർട്ടബിൾ ആയിട്ടുള്ള, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ശരിക്കും പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ മടക്കാൻ പറ്റുന്ന അങ്ങനത്തുള്ള അർത്ഥമാണ്. ഇവിടെ പോർട്ടബിൾ എന്ന് വെച്ചാൽ ഈസി ടു ഹാൻഡിൽ, ഓക്കെ, നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. നോൺ ഇൻവേസീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ ശരീരം വല്ല കയറോ മുറിക്കോ അങ്ങനെയൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഹോൾട്ടർ മോണിറ്റർ. മനസ്സിലായോ പറഞ്ഞത്? ECG തന്നെയാണ്, പക്ഷെ ECG പോലെയല്ല, ഒരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയ പ്രവർത്തനം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ധാരാളം ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. കണ്ടോ ഈ ചിത്രത്തില്? ഈ ഇലക്ട്രോഡുകൾ എന്തുണ്ടാവും, ഇത് നമ്മൾ ഓപ്പൺ ചെസ്റ്റിനകത്ത്, അതായത് രോഗിയുടെ നെഞ്ചിൽ നമ്മളത് ഘടിപ്പിക്കുന്നു. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പിടിച്ചെടുക്കാനായിട്ട് ഈ ഇലക്ട്രോഡ്സുകൾ നമ്മൾ ഘടിപ്പിക്കുന്നു. ഈ എല്ലാ ഇലക്ട്രോഡ്സുകളും എന്താണ്, ഒരു റെക്കോർഡറുമായിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, ഒരു റെക്കോർഡറുമായിട്ട് ഇത് എന്ത് ചെയ്തേക്കാണ്, കണക്ട് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോർട്ടബിൾ ആണ്, നമുക്ക് കുറെ സമയം നമ്മൾക്ക് അത് വഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റേ ECG പോലെയല്ല, അതൊരു മെഷീനാണ്, അതിനെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് പോർട്ടബിൾ ആണ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇതിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞൊരു 48 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ റെക്കോർഡർ നമുക്കത് റിമൂവ് ചെയ്തിട്ട് അത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹൃദയത്തിന്റെ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നമുക്ക് വായിക്കാം കേട്ടോ. എ ഹോൾട്ടർ മോണിറ്റർ ഇസ് എ പോർട്ടബിൾ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബാറ്ററി. അല്ലെ, അതായത് ഒരു ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇത് മെഷർ ചെയ്യുന്നത് നോക്കിയേ. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട്സ് ഫങ്ഷനിങ്. ദാറ്റ് മീൻസ് ECG തന്നെയാണ് അല്ലെ, constantly for 24 to 48 hours or longer depending on the type of monitoring used. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. The instrument has the size of a small camera. ഈ ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനെന്താണ്, ഒരു ചെറിയ ക്യാമറയുടെ വലുപ്പം മാത്രമേ, കണ്ടല്ലോ ചിത്രത്തില്, കണ്ടോ, ഒരു ചെറിയൊരു ക്യാമറയുടെ വലുപ്പം മാത്രം, കാരണം പോർട്ടബിൾ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇറ്റ് ഹാസ് വയേഴ്സ് വിത്ത് സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡ്സ് ദാറ്റ് ഫിക്സ് ടു യുവർ സ്കിൻസ് കേട്ടോ. അപ്പൊ ഇതിന്റെ ധാരാളം എന്തുണ്ട്, ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. സിൽവർ ഡോളർ സൈസ് കുഞ്ഞു ഇലക്ട്രോഡ്സുകളാണ്. ഈ ഇലക്ട്രോഡ്സുകൾ എല്ലാം തന്നെ ഈ റെക്കോർഡറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഒരു 48 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മള് ഈ റെക്കോർഡർ ഉണ്ടല്ലോ, ഇതൊരു ബെൽറ്റ് മുഖേനയോ അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റിലോ ധരിക്കാവുന്ന, ഇവിടെ ഒരു ബെൽറ്റിലാണ് ഇത് വെച്ചേക്കുന്നത് അല്ലെ. ഈ റെക്കോർഡർ, ഈ ക്യാമറയുടെ വലുപ്പമുള്ള റെക്കോർഡർ നമുക്കൊരു ബെൽറ്റിലോ പോക്കറ്റിലോ ഒക്കെ നമുക്ക്
നമുക്ക് ധരിക്കാം. അങ്ങനെ ഒരു 48 hours കഴിയുമ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ അതിന്റെ ബീറ്റിങ്ങിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹോൾട്ടർ മോണിറ്റർ. ഓക്കെ, അടുത്തതാണ് കാർഡിയാക് ടേബിൾ. കാർഡിയാക് ടേബിളിനെ കുറിച്ച് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാർഡിയാക് ടേബിൾ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഹൃദയ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ കിടക്കാനായിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും അല്ലെ. അതെ, എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. ഓക്കെ, അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. കാർഡിയാക് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഹൃദയ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് അവിടെ അവര് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം, ബെഡ് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ്. ദ പേഷ്യൻസ് ക്യാൻ ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഈ ടേബിൾ തന്നെ ഇപ്പൊ പില്ലോ ഇല്ലാത്തൊരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്, തലയണയൊന്നും ഇല്ലാത്തൊരു ടേബിൾ ആണ്. അപ്പൊ ചില ടേബിളും ഒരു പില്ലോയും കൂടെ ഉണ്ടാവും, ഒരു തലയണയും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ തലവണയുള്ള ടേബിൾ ആണെങ്കിൽ അതിൽ പേഷ്യൻസിന് കിടക്കാം അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മുന്നോട്ട് ആയാലും അവർക്ക് ചെരിഞ്ഞ് കിടക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, അതേസമയം ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് ന്യൂസ്. ഇനി പില്ലോയൊന്നും ഇല്ലാത്തൊരു ടേബിൾ ആണെങ്കിൽ അത് സാധാരണ എന്താണ് എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. യൂസ്ഡ് ഫോർ പേഷ്യൻസ്, ഇത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ. ഓക്കെ, ഇതാണ് പേര് കാർഡിയാക് ടേബിൾ എന്ന് വന്നത്. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക്, ആസ്മ പേഷ്യൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല കേട്ടോ. ഇത് മൂന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒഫ്താൽമോസ്കോപ്പ്, മറ്റൊരു പേര് ഫണ്ടോസ്കോപ്പ് എന്നുള്ളത് ഓർത്തുവയ്ക്കാം. പിന്നെ ഹോൾട്ടർ മോണിറ്റർ എന്താണെന്നത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാർഡിയാക് ടേബിൾ. ഓക്കെ, ദെൻ അടുത്തതാണ് EMG. എന്താണ് EMG? EMG എന്താണെന്ന് അറിയാമോ? നമ്മൾ ECG പഠിച്ചു അല്ലെ. ECG എന്താണ്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ECG എന്ന് പറയുന്നത്. ഇനി EEG പഠിച്ചു നമ്മൾ. EEG അതെന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് അല്ലെ. അത് വന്നിട്ട് ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ എന്താണ് EMG? EMG എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി കേട്ടോ, ഇലക്ട്രോ മയോഗ്രഫി. ഓക്കെ, മയാൾജിയ, മയോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയാമോ? മസിൽസുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഒരു ടെർമിനോളജി പഠിച്ചിട്ടുണ്ട്, മയാൾജിയ എന്നൊക്കെ പറഞ്ഞപ്പോ മസിലിന്റെ പെയിൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? പക്ഷികളുടെ പ്രവർത്തന എന്താണത്? പക്ഷികളുടെ പ്രവർത്തനം എന്ത് സംഭവമാണത്? മനസ്സിലായില്ലല്ലോ. പേശി. സോറി, പക്ഷിയിലാണ് വായിച്ചത്. പേശി അതന്നെ. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. ഇലക്ട്രോ മയോഗ്രഫിയാണ്, പക്ഷിയിലാണ് വായിച്ചത്, പേശിയിലാണ് കേട്ടോ. അതാണ്. ഓക്കെ, അതന്നെ അബ്രിവിയേഷൻസ് പഠിച്ചപ്പോ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുമ്പോ മയാൾജിയ അല്ലെങ്കിൽ മയോകാർഡിയം എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഹൃദയ പേശികളാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പേശികളുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? EMG, ഇലക്ട്രോ മയോഗ്രഫി എന്നാണ് അതിന് പറയാം. കാര്യം നമ്മുടെ ബോഡിക്കകത്ത് ധാരാളം പേശികളുണ്ട് അല്ലെ, പല ടൈപ്പ് ഓഫ് പേശികളുണ്ട്, അതായത് മസിൽസുകളുണ്ട്. ഈ മസിലുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അറിയോ? ന്യൂറോൺസ് ആണ്, അതായത് നെർവുകൾ, നാഡികളാണ്. അപ്പൊ ഈ പേശികളെ നിയന്ത്രിക്കുന്ന നാഡികളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ അത് എന്താ പറയാ, അതിന്റെ പ്രവർത്തനം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രോ മയോഗ്രഫി അഥവാ EMG, മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ്സ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. അതായത് നമ്മുടെ മസിൽ പേശികൾ എങ്ങനെ പ്രവർത്തിക്കുന്നത്, അത് ആരാണ് അവരുടെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ്? നാഡികളാണ്, നെർവുകളാണ് കേട്ടോ. അപ്പൊ ആ നെർവുകളെ വിലയിരുത്തുന്നതിലൂടെ നമ്മൾ പേശികൾക്ക് ഉണ്ടാവുന്ന വൈകല്യങ്ങള്, മറ്റു അബ്നോർമാലിറ്റീസ് ഒക്കെ നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യാണ് കേട്ടോ. നോക്കാം, ദ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ഫൈൻഡ് ദ ന്യൂറോമസ്കുലർ ഡിഫോർമിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് എ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ന്യൂറോ മസ്കുലാർ വൈകല്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 1 or more small needles
also called electrodes, okay, are connected through the skin into the muscle. അപ്പോ നമ്മൾ പലതരം ഇലക്ട്രോഡുകൾ ഉണ്ട്. സർഫസ് ഇലക്ട്രോഡുകൾ ഉണ്ട്, നീഡിൽ ഇലക്ട്രോഡ് ഉണ്ട്. സർഫസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു സർഫസ് ഉണ്ടായിരിക്കും, കുറച്ചൊരു പ്രതല വിസ്തീർണമൊക്കെ ഉള്ള ഒരു സർഫസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ ഇലക്ട്രോഡ്സ് ആണ്. ജസ്റ്റ് ഒരു നീഡിൽ പോലെ ഇരിക്കുന്ന ഇലക്ട്രോഡുകൾ നമ്മൾ എന്താണ് പേശിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്കിന്നിലോട്ട്, അല്ലെ, പേശിയായിട്ട് കണക്ട് ചെയ്യുന്ന സ്കിന്നിലോട്ട് നമ്മൾ ഈ നീഡിൽസ് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ആ പേശി പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ആക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ECG എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ആണ്. EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ ആണ്. നിങ്ങൾ പഠിച്ച EMG എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത് എന്താണ് ഇലക്ട്രോമയോഗ്രഫി എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, മനസ്സിലായ ചിത്രം നോക്കുക കേട്ടോ. കണ്ടോ, ഒരു നീഡിൽ ഇലക്ട്രോഡ്സുകളാണ് കണക്ട് ചെയ്തേക്കുന്നത് പേശിയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തതാണ് എയർവേ. അടുത്തത് ഇതാണ് എയർവേ ആണ്. ഇത് സ്റ്റെതസ്കോപ്പ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഈ ട്യൂബുകളൊക്കെ കണ്ട കത്തീഡ്രൽ പോലെ ഇരിക്കുന്ന ചെറിയ ട്യൂബുകൾ, കണക്ടർ, അങ്ങനെയൊക്കെ ഉണ്ട്, വാൽവുകൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് എന്ത്, എയർവേ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് കേട്ടോ. രണ്ട് പേരും പഠിച്ചു വെക്കുക. എയർവേ എന്നും പറയാം, അഡ്ജന്റ് എന്നും പറയാം കേട്ടോ. അഡ്ജന്റ് എന്നും ഇതിന് പറയാം. It is used to sustain or open a patient's airway, അല്ലെ, നമ്മുടെ പേഷ്യൻസിന്റെ, രോഗിയുടെ ശ്വാസനാളം, അല്ലെ, എയർവേ. ഈ ശ്വാസനാളം ഓപ്പൺ ആക്കാനായിട്ട്, തുറക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ എന്താ എയർവേനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്, സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയാ ഡിവൈസ് ആണ്, മെഡിക്കൽ ഡിവൈസ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു കത്തീഡ്രൽ പോലെ ഇരിക്കുന്ന ചില ട്യൂബുകളാണ് കേട്ടോ. അപ്പൊ നോക്കൂ, ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിങ്. നമ്മുടെ എയർവേ എന്ന് പറഞ്ഞല്ലോ ശ്വാസനാളം, അത് ഏതൊക്കെ അടങ്ങുന്നതാണ്? ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്, ട്രക്കി ഉണ്ട്, ഓക്കെ, അതുപോലെ ബ്രോങ്കിയോൾസ്, ശ്വാസകോശത്തിന്റെ ഒക്കെ ഭാഗങ്ങളാണ്. ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ശ്വാസനാളം എന്ന് പറയുന്നത് എയർവേ. അപ്പൊ ആ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കാനും അത് സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ്. ഇനി എങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കി വെക്കുന്നത് എന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. It does this by preventing the tongue from wrapping the epiglottis, which could prevent the person from breathing. അതായത് എപ്പിഗ്ലോട്ടിസ്. എന്താണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ? അതൊരു ഭാഗമാണ് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ ശ്വാസനാളം ഉണ്ടല്ലോ, ആ ശ്വാസനാളത്തിന്റെ പ്രവേശന ഭാഗത്ത്, അതായത് അതിന്റെ എൻട്രൻസ് ഭാഗത്ത് കാണുന്ന ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഗൂഗിൾ ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മുടെ ശ്വാസനാളം തുടങ്ങുന്നിടത്ത് അതിന്റെ പ്രവേശന ഭാഗത്തുള്ള, ശരിക്കും പറഞ്ഞ ഒരു കാർട്ടിലേജ് ആണ്, അതൊരു തരുണാസ്ഥി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഫ്ലാപ്പ് പോലെ തുറക്കടയൊക്കെ ചെയ്യുന്ന ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ ശ്വാസനാളത്തിലോട്ട് കടന്നു പോകാതെ തടയുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? കാര്യം നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുന്നതും നമ്മൾ വായിലൂടെ ഭക്ഷണം കഴിക്കുന്നത്, അതായത് നമ്മുടെ ശ്വാസനാളവും അതുപോലെ നമുക്ക് അന്നനാളം ഉണ്ടല്ലോ, ഈസോഫാഗസ്, അത് രണ്ടും ഏകദേശം ഒരേ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഗ്രസനി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ആ ഭാഗത്തു നിന്നാണ് ശ്വാസനാളവും അതുപോലെ തന്നെ നമ്മുടെ അന്നനാളവും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങോട്ട് പോകാൻ പാടില്ല, ശ്വാസനാളത്തിലോട്ട് പോകരുത്, അന്നനാളത്തിലൂടെ തന്നെ കടന്നു പോകണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വെള്ളമൊക്കെ ശ്വാസനാളത്തിലോട്ട് കടന്നു പോകാതെ എന്താണ് കടന്നു പോകാതിരിക്കാനായിട്ട്, കടന്നു പോകാതെ തടയുന്ന ഒരു അവയവമാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എപ്പിഗ്ലോട്ടിസിന് ചില സമയത്ത് നാവ് വന്ന് പൊതിയും. അപ്പൊ ആ നാവിനെ എപ്പിഗ്ലോട്ടിസ് എന്താ പറയാ പൊതിയുന്നത് തടയുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എയർവേകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ചിലപ്പോ പ്രത്യേകിച്ച് നമ്മളിപ്പം അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ഒക്കെ ആവാന്ന് വിചാരിക്കും, അബോധാവസ്ഥയിലാവുമ്പോൾ നമ്മുടെ നാക്ക് പിന്നിലോട്ട് ഇറങ്ങിപ്പോകും.
പിന്നിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ ഈ എപ്പിഗ്ലോട്ടിസ് ഉണ്ടല്ലോ അതിനെ വന്ന് റാപ്പ് ചെയ്യും, അതിനെ വന്ന് മൂടും. ഇതിനെ വന്ന് മൂടുന്ന എന്ത് പ്രശ്നം വരും എന്ന് വെച്ചാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അത് വന്ന് അടയും. അപ്പൊ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്ന സമയത്ത് ഈ നാവ് പിന്നിലോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന എക്യുപ്മെന്റ് നമ്മുടെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ എപ്പോഴും എയർവേ എന്തായിട്ടിരിക്കും, ഇങ്ങനെ തുറന്നിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ തുറന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒന്നും പിന്നെ വരില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞു. എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ശ്വാസനാളത്തെ അന്നനാളത്തെയും പരസ്പരം വേർതിരിക്കുന്ന ഒരു ഫ്ലാപ്പ് പോലുള്ള ഒരു സ്ട്രക്ചർ ആണ്. അത് വന്നിട്ട് നമ്മുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ ശ്വാസനാളത്തിലേക്ക് കടന്നു പോകാതെ തടയുക എന്നുള്ളതാണ് എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ. ഈ എപ്പിഗ്ലോട്ടിസിലെ നാവ് പൊതിയുന്ന ആ ഒരു അവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതിലൂടെയാണ് എയർവേ എന്ന് പറയുന്ന എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. It does this by preventing the tongue from wrapping the epiglottis, which could prevent the person from breathing. അപ്പൊ എപ്പോഴാണ് അങ്ങനെ എപ്പിഗ്ലോട്ടിസ് വന്ന് മൂടാന്ന് മനസ്സിലായി? പേഷ്യന്റ് അൺകോൺഷ്യസ് ആവാം, അനസ്തേഷ്യ കൊടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ നാവ് പിന്നിലോട്ട് ഇറങ്ങിപ്പോയിട്ട് എപ്പിഗ്ലോട്ടിസിനെ വന്ന് മൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എയർവേസുകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, ഈ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തതാണ് മനസ്സിലായില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്യുപ്മെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. ഏതാണ് എക്യുപ്മെന്റ്? എയർവേ ഓർ അഡ്ജന്റ് ആണ്. അടുത്തതാണ് PFT കേട്ടോ, പൾമണറി ഫങ്ഷണൽ ടെസ്റ്റ് കേട്ടോ. PFT ചിലവരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, PFT ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പൾമണറി അല്ലെ, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അഥവാ PFT ആർ എ കളക്ഷൻ ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ ഹൗ ഏബിളി യുവർ ലങ്സ് വർക്ക്. അതായത് നമ്മുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അളക്കുന്നതിനുള്ള ഒരു പരിശോധന. ഓക്കെ, ആ ഒരു പരിശോധിക്കുന്നതിനുള്ള ഒരു കൂട്ടം പരിശോധനകൾ, അതാണ് എന്ത് PFT എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റും പരിശോധനകളും എല്ലാം അടങ്ങിയതാണ് ഈ ചാപ്റ്റർ. ചിലതിൽ പരിശോധനകളെ പറ്റി പറയുന്നുണ്ട്, ചിലതിൽ എക്യുപ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് വെച്ച് നമ്മുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അളക്കുന്നതിനുള്ള ഒരു കൂട്ടം പരിശോധനകൾ, കളക്ഷൻ ഓഫ് ടെസ്റ്റ്, that is called PFT. Okay, this contains how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് എത്രത്തോളം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നമുക്ക് എത്രത്തോളം നന്നായിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമ്മുടെ ശ്വാസകോശം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്രത്തോളം ഫലപ്രദമായിട്ട് ഓക്സിജൻ എത്തിക്കുന്നുണ്ട് എന്നതൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് PFT എന്ന് പറയുന്നത്. ചിലവരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ PFT ടെസ്റ്റ്. ഊതിക്കും, ഊതിയൊക്കെ നോക്കി കേട്ടോ, അങ്ങനെ ഒരു ടെസ്റ്റ് ആണ് ഇത് കേട്ടോ, PFT ടെസ്റ്റ്. ഈ ശ്വാസകോശം നന്നായിട്ട് ഇരിക്കണമെങ്കിൽ ബലൂണൊക്കെ വീർപ്പിക്കുന്നത് നല്ലതാണ്, ബലൂണൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല? ഈ മൂന്നെണ്ണം ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് EMG എന്താണ്, എയർവേ എന്താണ്, PFT എന്താന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കും. കണ്ടിന്യൂ ചെയ്യാനോ? നമുക്ക് ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ശരി, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. യൂറോഫ്ലോ മീറ്റർ ആണ് കേട്ടോ, യൂറോഫ്ലോ മീറ്റർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, എന്തായിരിക്കും? യൂറിൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുക എക്യുപ്മെന്റ് ആണത് യൂറോഫ്ലോമെട്രി. അത് ആ യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് ആ എക്യുപ്മെന്റിന്റെ പേരാണ്. അതിലൂടെ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് യൂറോഫ്ലോമെട്രി. ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് to measure the flow of urine in the course of urination. അതായത് നമ്മൾ യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്രത്തിന്റെ ഒഴുക്ക്, ഓക്കെ, ആ യൂറിന്റെ ഒഴുക്ക് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. യെസ്, അതാണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. പ്രൊസീജിയറിന് നമ്മൾ എന്താ പറയാ? യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ കേട്ടോ, യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ. The speed of, നോക്കൂ ചിത്രം കണ്ടോ നിങ്ങള്, the speed of urine flow is calculated electronically and evaluated how well the urinary tract works. അപ്പൊ ഇതിലൂടെ എന്താണ്, ആ യൂറിൻ ഫ്ലോ ഉണ്ടല്ലോ, ആ മൂത്രത്തിന്റെ ഒഴുക്ക്, അത് ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയും അതിലൂടെ മൂത്രനാളി എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതാണ് യൂറോഫ്ലോമെട്രി.
ക്ലിയർ ആയല്ലോ? അപ്പൊ യൂറിനേഷൻ സമയത്ത് യൂറിന്റെ ഒഴുക്ക് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ. ആ പ്രൊസീജിയറിന് നമ്മൾ പറയും യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ. ഇതിലൂടെ നമുക്ക് യൂറിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യാനും മൂത്രനാളി എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എല്ലാവരും ബൈനോക്കുലർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ബൈനോക്കുലർ എന്താണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ബേസ് ഇസ് ചിത്രം നോക്കുക കേട്ടോ. കണ്ടോ, ദ ബേസ് ഈസ് ദ സപ്പോർട്ട് മെക്കാനിസം. ബേസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ മൈക്രോസ്കോപ്പിന്റെ ബേസ് ഇതാണ് അല്ലെ. ഈ ബേസ് ആണ് ഈ മുഴുവൻ മൈക്രോസ്കോപ്പിന്റെ ഒരു സപ്പോർട്ടും സ്റ്റെബിലിറ്റിയും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ബേസ് ആണ്. അതുകൊണ്ടാണ് ദ ബേസ് ഈസ് ദ സപ്പോർട്ട് മെക്കാനിസം. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ്. അതന്നെ, ചെറിയ വസ്തുക്കളെയൊക്കെ വലുതാക്കി കാണാനായിട്ട്. സാധാരണ നമ്മൾ ബൈനോക്കുലർ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാം, അകലെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാം. നമ്മൾ ബൈനോക്കുലർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആ സംഭവം തന്നെ. സാധാരണ മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതില് ഒറ്റ ഐ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ഐ പീസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ബൈനോക്കുലർ, ബൈനോ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ രണ്ട് ഐ പീസുകളായിരിക്കും ഇവിടെ ഉണ്ടാവും. 1, 2 രണ്ട് ഐ പീസുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ പേര് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, നോക്കുക, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ് that has 2 eyepiece lenses കേട്ടോ. അതായത് ഇതിന് 2 eyepiece ലെൻസുകൾ ഉണ്ട്. 1, 2 കണ്ടോ, 2 eyepiece ലെൻസുകൾ ഉണ്ട്. At present, binocular is generally used to refer to compound or high power microscopes where the 2 eyepieces view through a single objective lens. അപ്പൊ നമ്മൾ സാധാരണ ബൈനോക്കുലർ റെഫർ ചെയ്യുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഹൈ പവർ മൈക്രോസ്കോപ്പുകളൊക്കെയാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ലെൻസ് ഉള്ളത് കേട്ടോ. ബൈനോ എന്ന് തന്നെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നിലധികം ലെൻസുകളുള്ള മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ ഹൈ പവർ മൈക്രോസ്കോപ്പ്, ഉയർന്ന വലുപ്പത്തിലൊക്കെ വസ്തുക്കളെ കാണാനായിട്ടൊക്കെ സഹായിക്കുന്ന മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയാണ് ബൈനോക്കുലർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ 2 ഐപീസുകളും എന്താണ്, ഒരു ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നത്. 2 ഐപീസുകൾ ഉണ്ട്, നമുക്ക് 2 കണ്ണുകളും ഒരേ സമയം 2 കണ്ണുകളും ഉപയോഗിച്ച് നമുക്ക് സ്പെസിമെനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ 2 ഐപീസുകളും ലൂടെയുള്ള വ്യൂ എങ്ങനെയാണ്, ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ സ്പെസിമെനെ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പെസിമെന്റെ അതന്നെ ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നമുക്ക് വീക്ഷിക്കാൻ പറ്റും, 2 കണ്ണുകൾ ഒരേ സമയം ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു സ്പെസിമെന്റിന്റെ കറക്റ്റ് ആ 3D ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. സാധാരണ നമ്മള് കുഞ്ഞു ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒറ്റ ഐപീസ് തന്നെ ഉള്ളൂ. അപ്പൊ ഒരു കണ്ണടച്ച് വെച്ച് വേണം നമ്മൾ നോക്കാൻ. ഇതാവുമ്പോൾ 2 കണ്ണുകൾ ഒരേ സമയം നമുക്ക് നോക്കാൻ പറ്റും. ആ 2 ഐപീസുകൾ ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കാണുമ്പോൾ സ്പെസിമെന്റ് ഒരു 3D ഫോമിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കേട്ടോ. അടുത്തത് എന്താണ്? സെൻട്രിഫ്യൂജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബ്ലഡിന്റെ ഒക്കെ കമ്പോണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണെന്ന് അറിയാമോ? സെൻട്രിഫ്യൂജ് ആവശ്യമാണ്. കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കാറുണ്ട്, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ഇങ്ങനെയുള്ള എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സെൻട്രിഫ്യൂജ്. നോക്കാം, എ സെൻട്രിഫ്യൂജ് ഇസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ്. That is used to separate fluids, gas or liquid. അല്ലെ, ഈ പറയുന്ന ഫ്ലൂയിഡ്സ് ബ്ലഡ് ഒക്കെ ആവാം, അതുപോലെ ഗ്യാസോ മറ്റെന്തെങ്കിലും ദ്രാവകങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. തന്നെ ഡെൻസിറ്റി സാന്ദ്രത അല്ലെ. ഈ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ അറിയാം, സാന്ദ്രത കുറഞ്ഞതാകുമ്പോൾ മുകളിൽ പൊതി കിടക്കും, അല്ലാത്ത താഴെ കിടക്കും. അപ്പൊ ആ സാന്ദ്രതയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൂയിഡ്സിനെ ലിക്വിഡ്സിനൊക്കെ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ് കേട്ടോ. Separation is attained by spinning a vessel that contains material at a high speed. അപ്പോ ഇതിനകത്ത് ഒരു വെസൽ ഉണ്ട്. ഓക്കെ, ആ വെസലിനകത്ത് മെറ്റീരിയൽ വെക്കുന്നു. മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, എന്താന്ന് വെച്ചാൽ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ വെച്ചിട്ട് അതിനെ വളരെ ഹൈ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൻ ചെയ്യിക്കുകയാണ്, ഹൈ സ്പീഡിൽ കറക്കുകയാണ്. അങ്ങനെ കറക്കുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്പോണൻസുകൾ നമ്മൾ അതിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the centrifugal force
propels heavier materials to the outside of the vessel. Centrifugal force നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അപകേന്ദ്ര ബലം എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മളിങ്ങനെ വട്ടത്തിൽ കറക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ അനുഭവപ്പെടുന്ന ഒരു ബലമാണ് കേട്ടോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യാണ്, ഹെവിയർ മെറ്റീരിയൽസിന്, ഭാരമുള്ള വസ്തുക്കള് അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കളയും. അപ്പൊ ഭാരമില്ലാത്ത വസ്തുക്കള് ഇവിടെ കഴിയും. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ സെപ്പറേഷൻ നടക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു ഫലമാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ. വേറൊന്നുമല്ല, നമ്മള് ഫ്ലൂയിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള വെസലിനെ വളരെ വേഗത്തിൽ നമ്മൾ സ്പിൻ ചെയ്യുന്നതിലൂടെയാണ് സെപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്ന ഫലം എന്ന് പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ആ ഒരു ഫോഴ്സ് ഭാരമുള്ള വസ്തുക്കളെ എല്ലാം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പുഷ് ചെയ്ത് കളയാണ്. അപ്പൊ ഭാരമില്ലാത്തതും ഭാരമുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ല. അപകേന്ദ്രബലം എന്താണത്? അപകേന്ദ്രബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വട്ടത്തിൽ കറക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ ചുറ്റിപ്പോ, പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ സൗരയൂഥം, നമ്മുടെ എന്താ പറയുക ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നില്ലേ സൂര്യന് ചുറ്റും, അത് ഒരു അപകേന്ദ്രബലം. ആ ഒരു ബലത്തിന്, അതായത് ഈ തിരിച്ചുണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, നടുക്കുന്ന പുറത്തേക്ക് വിടുന്ന ബലമുണ്ട്, അതിനെതിരായിട്ടുള്ള ബലമാണ് അപകേന്ദ്ര ബലം എന്ന് പറഞ്ഞത്. കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ സംഭവം. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. ശരി, അതാണ് സെൻട്രിഫ്യൂജ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. മിനി റോട്ടറി ഷേക്ക്. ഓക്കെ, എന്താണ് മിനി റോട്ടറി ഷേക്ക്? ചിത്രം നോക്കുക. ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് in test tubes and glass vessels of different volumes. അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബുകളില്, അതുപോലെ തന്നെ എന്താ പറയാ ഡിഫറെന്റ് വോളിയംസിലുള്ള വെസൽസിലൊക്കെ ഈ ഫ്ലൂയിഡുകളൊക്കെ മിക്സ് ചെയ്യാനായിട്ട്, ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഫ്ലൂയിഡ് മാത്രമല്ല കേട്ടോ, ചെറിയ അളവിലുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ആവാം, കെമിക്കൽസ് ആയിരിക്കാം, മറ്റേതെങ്കിലും ബയോളജിക്കൽ സ്പെസിമെൻസ് ആയിരിക്കാം, ഫാർമസ്യൂട്ടിക്കൽസ് ആവാം, അങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ ആവാം. ഓക്കെ, അപ്പൊ അതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഷേക്ക് ഷേക്ക് ഓക്കെ, ഷേക്ക് എന്ന് പറയുമ്പോൾ കുടിക്കുന്ന ഷേക്കാണ് ഓർമ്മ. ഓക്കെ, ദ്രാവകങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയംസ്. അപ്പൊ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഇതൊരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് കേട്ടോ, ലാബിലാണ് ഇത് കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്. These shakers find applications in pathology, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്യുലർ ബയോളജി. നമ്മൾ പറഞ്ഞല്ലോ പാത്തോളജി എന്നൊക്കെ പറയുന്ന ലാബിന്റെ തന്നെ ഭാഗമാണ് അല്ലെ. ഇത്തരം ഷേക്കേഴ്സുകൾ കൂടുതലും എവിടെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? പാത്തോളജി ലാബുകൾ അല്ലെ. പാത്തോളജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ലബോറട്ടറി സർവീസിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമുക്ക് ഈ ടിഷ്യൂ സാമ്പിൾസ് ഒക്കെ പരസ്പരം മിക്സ് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോബയോളജി ലാബിലാവുമ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസംസുകളെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അതിന്റെ കൾച്ചർ മീഡിയകളൊക്കെ പരസ്പരം എന്താ പറയാ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു എക്യുപ്മെന്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോബയോളജി ലാബിൽ. കെമിസ്ട്രിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷേക്ക്. കെമിസ്ട്രിക്ക് ആവുമ്പോൾ നമ്മൾ ഈ പറയുന്ന കെമിക്കൽസ്, റിയേജൻസുകള്, സൊല്യൂഷൻസുകളൊക്കെ പരസ്പരം മിക്സ് ചെയ്യാനായിട്ട്, മിക്സ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യാനും, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കെമിസ്ട്രി ലാബിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മോളിക്യുലാർ ബയോളജി, അതായത് മോളിക്യുലാർ ബയോളജി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മുടെ RNA, DNA, പ്രോട്ടീൻ സാമ്പിളുകൾ അതൊക്കെ പരസ്പരം മിക്സ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മിനി റോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാക്കുക. അൾട്ടിമേറ്റ് ഇതിന്റെ ഉപയോഗം എന്താണ്? ഇതൊരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ്. അത് വന്നിട്ട് ഫ്ലൂയിഡ്സുകള്, മറ്റ് സബ്സ്റ്റൻസുകള്, ബയോളജിക്കൽ സ്പെസിമെനുകള് ഇതൊക്കെ മിക്സ് ചെയ്യാൻ, ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മിനി റോട്ടറി ഷേക്ക്. അടുത്തതാണ് എന്ത്? ട്രെഡ്മില്ല് കേട്ടോ. ട്രെഡ്മില്ല് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ചിലവർ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും ട്രെഡ്മില്ല്. ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, ട്രെഡ്മില്ല് സാധാരണ നമ്മൾ TMT ടെസ്റ്റ് എന്നൊക്കെ പറയും കേട്ടോ. TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റിനൊക്കെ എഴുതാറുണ്ട് ഡോക്ടേഴ്സ്. TMT ടെസ്റ്റ് ട്രെഡ്മില്ലിൽ ഓടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, അതിന്റെ പേര്, വേറൊരു പേര് ഇതാണ്
കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും പറയൂ കേട്ടോ. കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും ഇതിന് പേരിട്ട്, അഥവാ TMT ടെസ്റ്റ് എന്നൊക്കെ പറയും കേട്ടോ, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, നോക്കുക, ആൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. പേര് വേറൊരു പേര് കൂടിയാണ് കേട്ടോ, കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. This is a cardiological test that evaluates the heart's capacity to respond to external stress in a controlled clinical environment. അതായത് ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റ്, ഒരു കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്, ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് എക്സ്റ്റേണൽ സ്ട്രെസ്സിന്, ഓക്കെ, എക്സ്റ്റേണൽ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സിന് എത്രത്തോളം താങ്ങാനായിട്ട് പറ്റുന്നുണ്ട്, ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിന് ഹൃദയത്തിന് എത്രത്തോളം താങ്ങാനായിട്ട് പറ്റുന്നുണ്ട് എന്നത് അളക്കുന്ന ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണിത്, ഈ പറയുന്ന കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ പറയുന്നു എക്സ്റ്റേണൽ സ്ട്രെസ്, പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സമ്മർദ്ദം. എന്താണ് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്, അതാണ് അവിടെ കൊടുക്കുന്ന സ്ട്രെസ്. ഇപ്പൊ നമ്മള് ട്രെഡ്മില്ലിൽ കയറുമ്പോൾ ആദ്യം ജസ്റ്റ് അത് ഓൺ ചെയ്യുമ്പോൾ പതുക്കെ സ്ലോവിലായിരിക്കും അത് മൂവ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിന്റെ സ്പീഡിൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. അപ്പൊ നമ്മളും അതിനനുസരിച്ച് സ്പീഡിൽ നടക്കേണ്ടി വരും. കുറെ കൂടെ കഴിയുമ്പോൾ നല്ല സ്പീഡിലാണ്, അപ്പൊ കുറെ കൂടെ നമ്മൾ സ്പീഡിൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് ആണ് അവിടെ കൊടുക്കുന്നത്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മള് സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഓടേണ്ട പോലത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ അതൊരു ഫിസിക്കൽ സ്ട്രെസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് താങ്ങാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഹൃദയം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണിത്, ഈ പറയുന്ന ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. The stress response is persuaded by excite or by drug stimulation. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ്, ഈ സ്ട്രെസ്സിന് ഒരു റെസ്പോൺസ് ചെയ്യുമല്ലോ ഹാർട്ട്, ആ റെസ്പോൺസ് എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഏതൊക്കെ രീതിയിലാണ്? ഒന്നില്ലെങ്കിൽ ബൈ എക്സൈറ്റ് സ്റ്റിമുലേഷൻ. എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സൈറ്റ് എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു, ഇപ്പൊ നമ്മൾ ട്രെഡ്മില്ലിലൂടെ ഓടുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് ആക്ടിവേറ്റ് ചെയ്യും. ഈ നെർവസ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എമർജൻസി ഹോർമോണുകളെയൊക്കെ, അതായത് അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള എമർജൻസി സ്ട്രെസ് ഹോർമോണുകൾ അത് ശരീരത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ആ സ്ട്രെസ് റെസ്പോൺസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സസൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെ നമുക്ക് റെസ്പോൺസ് കിട്ടും. അതുകൂടാതെ ഡ്രഗ് സ്റ്റിമുലേഷൻസ്, ഏതെങ്കിലും മരുന്നുകൾ ഇൻജെക്ട് ചെയ്യുന്നത് വരും. ചില ഡ്രഗ്സ് നമ്മൾ ഒരു ഡ്രഗ് സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്, മരുന്നുകൾ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്. ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അതുമൂലം നമുക്ക് ഈ സ്ട്രെസ് ഹോർമോണുകൾ വരും. അപ്പൊ അങ്ങനെ നമുക്ക് ആ റെസ്പോൺസ് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ആ റെസ്പോൺസ് കിട്ടും എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ബൈ എക്സൈറ്റ്, ദാറ്റ് മീൻസ് എക്സസൈസിലൂടെ, എക്സസൈസ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റിമുലേഷനിലൂടെ നമുക്ക് ആ ഒരു സ്ട്രെസ് റെസ്പോൺസ് അളക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് എന്ത്? ട്രെഡ്മിൽ ടെസ്റ്റ് കേട്ടോ, കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, the test that is used for evaluate the heart's capacity to respond to the external stress എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഏത് ടെസ്റ്റ് ആണത്? അത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അഥവാ TMT ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോമീറ്റർ എന്തായിരിക്കും? ഗ്ലൂക്കോമീറ്റർ എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിനകത്തുള്ള, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെ, അത് ആ ഒരു കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് മീറ്റർ, ഗ്ലൂക്കോമീറ്റർ എന്നും പറയാം, ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം. രണ്ടും ശരിയാണ് കേട്ടോ. ഗ്ലൂക്കോമീറ്റർ എന്നും പറയാം, ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം. എ ഗ്ലൂക്കോസ് മീറ്റർ ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കൃത്യമായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോമീറ്റർ കേട്ടോ. നോക്കുക, ഇറ്റ് ക്യാൻ ആൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ immersed into a substance and measured to the glucose chart. അപ്പോ ഇതെന്ന് പറയുമ്പോൾ ചിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, ഗ്ലൂക്കോമീറ്ററിന്റെ ഇവിടെ ഒരു സ്ട്രിപ്പ് കാണാം. ഓക്കെ, ഇതാണ് ഒരു സ്ട്രിപ്പ് കേട്ടോ. ആ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നതായിരിക്കും ഇറ്റ് ഇസ് എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ. ഇതെന്ന് പറയുന്നതും ഒരു ഗ്ലൂക്കോസ് പേപ്പർ ആണ്, ഒരു ഗ്ലൂക്കോസ് പേപ്പർ സ്ട്രിപ്പ് ആണ്. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിരലിന്റെ അറ്റത്ത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്തിട്ട് നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ബ്ലഡ് ഡ്രോപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ഈ ബ്ലഡ് ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്യാണ്.
ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഗ്ലൂക്കോമീറ്ററിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രിപ്പ്, അതൊരു ഗ്ലൂക്കോസ് പേപ്പർ സ്ട്രിപ്പ് തന്നെയാണ്. കാര്യം ആ സ്ട്രിപ്പിനകത്ത് ഒരു എൻസൈം ഉണ്ട്, ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അങ്ങനെ ആ എൻസൈമിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് ഇത്. ഓക്കെ, ഈ സ്ട്രിപ്പിനകത്തോട്ട് നമ്മൾ ഈ ബ്ലഡ് ഉണ്ടല്ലോ, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് ആയിട്ട് ഈ എൻസൈം പ്രവർത്തിക്കും. ഓക്കെ, ഈ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യും. അവിടെ ഒരു റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷനിലൂടെ ഇവിടെ ഒരു കളർ ചേഞ്ച് അനുഭവപ്പെടും. ഓക്കെ, ഒരു കളർ ചേഞ്ച് അനുഭവപ്പെടും. ഈ കളർ ചേഞ്ച് നമ്മുടെ ഗ്ലൂക്കോസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എന്തിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, ഈ മോണിറ്ററിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് ഗ്ലൂക്കോമീറ്റർ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ആൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ ദാറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ടു എ സബ്സ്റ്റൻസ്. ഇതാണ് ഗ്ലൂക്കോസ് പേപ്പർ. അത് ഞാൻ പറയുന്നത് അതിനകത്ത് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രിപ്പാണിത്. ഈ സ്ട്രിപ്പ് നമ്മുടെ ബ്ലഡിൽ ഈ ബ്ലഡ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അവിടെ ഒരു കളർ ചേഞ്ച് അനുഭവപ്പെടുന്നു. ആ കളർ ചേഞ്ചിനെ നമ്മൾ ഗ്ലൂക്കോസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് മെഷേർഡ് ടു ദ ഗ്ലൂക്കോസ് ചാർട്ട്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇറ്റ് ഇസ് എൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. കേട്ടോ, അടുത്ത എന്താണ് ഇൻഫ്യൂഷൻ പമ്പ്? നമ്മളൊരു സിറിഞ്ച് പമ്പ് പഠിച്ചിരുന്നു കേട്ടോ, കഴിഞ്ഞ ഒരു ക്ലാസ്സിലാണ് തോന്നുന്നത്. സിറിഞ്ച് പമ്പിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും ഇൻഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് തന്നെയാണ്. പക്ഷെ സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു സിറിഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ചെറിയ വോളിയംസിലുള്ള എന്താ പറയാ ചെറിയ വോളിയത്തിലൊക്കെ ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ടാണ് സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു സെറ്റപ്പ് ആണ് കേട്ടോ. അപ്പൊ രണ്ടും സെയിം ആണെന്നൊന്നും വിചാരിക്കരുത്, രണ്ടും എന്താ പറയുക വ്യത്യാസമുണ്ട് കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് എന്താന്ന് നോക്കാം. എൻ ഇൻഫ്യൂഷൻ പമ്പ് injects the fluids, medication of nutrients into a patient's circulatory system. അതായത് ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, ആ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫ്ലൂയിഡ്സുകള്, മരുന്നുകള്, മറ്റ് പോഷകങ്ങള് അതൊക്കെ ഇൻഫ്യൂസ് ചെയ്യാനായിട്ട്, കുത്തിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് intravenously, although subcutaneous, arterial and sometimes used for the epidural infusion. പലതരത്തിൽ നമുക്ക് ഇൻഫ്യൂഷൻ ചെയ്യാം. സാധാരണ കോമൺ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്? ഇൻട്രാവെനസിലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ ആണ് അല്ലെ. നമ്മൾ നേരിട്ട് വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യണം, ഇൻഫ്യൂസ് ചെയ്ത് വിടാണ്. അതാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഇൻഫ്യൂഷൻ. അതാണ്. അത് മാത്രമല്ല പല രീതിയിലും ചെയ്യാം എന്നാണ് പറയുന്നത്. സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ ചെയ്യാം. സബ്ക്യൂട്ടേനിയസ് എന്താണ്? സബ്ക്യൂട്ടേനിയസ് അത് നമ്മൾ ടെർമിനോളജിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. അണ്ടർ ദ സ്കിൻ ആണ്. അതായത് നമ്മുടെ സ്കിന്നിന്റെ തൊട്ടടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. മരുന്നുകൾ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. മരുന്നുകളോ ഫ്ലൂയിഡ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. അതുപോലെ ആർട്ടീരിയൽ. പക്ഷെ സബ്ക്യൂട്ടേനിയസ് ചെയ്യുന്ന എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ടർ ദ സ്കിൻ ആണെന്ന് പറഞ്ഞത്. സ്കിന്നിന്റെ അടിയിലോട്ടാണ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ പെട്ടെന്ന്, അതായത് വളരെ പതുക്കെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളതൊക്കെയാണ് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അതേസമയം മറ്റൊരെണ്ണാണ് ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ. ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് അതെന്ന് വന്നിട്ട് ഡയറക്റ്റ് എന്താണ് ആർട്ടറിയിലോട്ട്, ധമനിയിലോട്ടാണ് നമ്മൾ നേരിട്ട് ഇൻഫ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് കുറച്ചും കൂടെ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, പിന്നെ സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയാ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി. ആ സുഷുമ്നാ നാഡിന് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റുമുള്ള ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്നാണ് പറയാ. അപ്പൊ അങ്ങോട്ടേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായി? പ്രത്യേകിച്ച് നമ്മൾ ഈ ലേബർ സമയത്ത്, പ്രസവ സമയത്ത്, അതുപോലെ അനസ്തേഷ്യക്ക് കൊടുക്കുന്ന സമയത്ത് എവിടേക്കാ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആണ് അവിടെ ചെയ്യുക. അതായത് നമ്മുടെ സുഷുമ്നയുടെ ചുറ്റുമുള്ള സ്പേസിലോട്ടാണ് മെഡിക്കേഷൻസ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പല രീതിയിൽ ഇൻഫ്യൂഷൻ നടത്താന്നാണ് അവർ പറഞ്ഞത്.
കോമൺലി ഇൻട്രാവെനസിലാണ്, ഡയറക്ട്ലി ഇൻ ടു ദ വെയിൻ. നേരിട്ട് നമ്മൾ വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടുകയാണ്, ബോഡിയിൽ അകത്തേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടും. പിന്നെ അല്ലാതെയും നമുക്ക് ചെയ്യാം. സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ ഉണ്ട്, ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ഉണ്ട്, എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷനും ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ല നിങ്ങൾക്ക്? അടുത്തതാണ് എക്സ്റേ. എക്സ്റേ പിന്നെ എല്ലാവർക്കും അറിയാലോ എന്താണ്. എക്സ്റേ ഇസ് എ സ്വിഫ്റ്റ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ദാറ്റ് ഈസ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, എസ്പെഷ്യലി ദ ബോൺസ്. അറിയാലോ സാധാരണയായിട്ട് നമ്മുടെ എന്താ പറയാ ബോഡിക്കകത്തുള്ള അല്ലെ ആന്തരിക ഘടനകള്, പ്രത്യേകിച്ച് എല്ലിന്റെ ഒക്കെ അല്ലെ, എസ്പെഷ്യലി ദ ബോൺസ് അല്ലെ, ബോൺസിന്റെ ഒക്കെ ഇമേജ് എടുക്കാനായിട്ട് വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് എക്സ്റേ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എക്സ്റേ ഇസ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. കാര്യം ഇതൊരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, എസ്പെഷ്യലി ദ ബോൺസ്. അടുത്തതാണ് എന്ത്, CT സ്കാൻ. ഇതൊക്കെ നിങ്ങൾ റേഡിയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. CT സ്കാൻ എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി അല്ലെ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. എന്താണ് CT സ്കാൻ എന്ന് പറഞ്ഞാല്? എ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ഓർ എ CT സ്കാൻ യൂട്ടിലൈസസ് computer processed combinations of many X-ray measurements taken from various angles to make a cross-sectional images of a particular areas of a scanned object. അല്ലെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ എന്താണ് ക്രോസ് സെക്ഷണൽ, വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജുകൾ ലഭിക്കാനായിട്ട് എക്സ്റേസും അതുപോലെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന എന്താ പറയാ ഒരു ഇമേജിംഗ് അല്ലെ, ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് CT സ്കാൻ. എല്ലാവരും പഠിച്ചതാണ്, റേഡിയോളജിയിൽ പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? എക്സ്റേസ് യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയോടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ. അത് രണ്ടും ഒരുമിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്, കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. Scanned object permitting the user to observe inside the object without the tear അല്ലെ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തരിക ഘടനകളെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു വിത്തൗട്ട് ടിയറിംഗ്. നോൺ ഇൻവെസീവ് പ്രൊസീജിയർ ആണ്. വിത്തൗട്ട് ടിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ഫിസിക്കലി ഓപ്പണിംഗ് ഓർ വിത്തൗട്ട് ഡാമേജ് ദ ബോഡി അല്ലെ. നമ്മളൊന്നും കീറാതെ മുറിക്കാതെ അതൊന്നും നമുക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നില്ല. ഇറ്റ്സ് എ നോൺ ഇൻവെസീവ് പ്രൊസീജിയർ ആണ്. അതിലൂടെ നമുക്ക് ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് CT സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഓക്കെ, അടുത്തതാണ് എന്ത്? MRI അല്ലെ. അടുത്തെന്താണ്? MRI അല്ലെ. MRI. ഓക്കെ, MRI എന്താണ്? അതൊന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എന്താണ് MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് makes sure of a large magnet and radio waves to observe organs, structures inside the body അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടനകളൊക്കെ എന്താണ് ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാഗ്നറ്റ് അല്ലെ, വലിയ കാന്തിക മണ്ഡലവും അതുപോലെ തന്നെ റേഡിയോ വേവ്സും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് MRI അല്ലെ, മാഗ്നറ്റിക് റെസൊണൻസ്. CTയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേസ് ആണ്. MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ലാർജ് മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് അല്ലെ. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സ് അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. CTക്കകത്ത് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നത്? എക്സ്റേസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഇതാണ് അവ തമ്മിലുള്ളൊരു വ്യത്യാസം കേട്ടല്ലോ. MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക ഘടനകള് ചിത്രങ്ങൾ എടുക്കാനായിട്ട് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയോ വേവ്സ്, പിന്നെ കമ്പ്യൂട്ടർ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്സ് യൂസ് ഓഫ് MRI സ്കാൻസ് to diagnose various of conditions that affect എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ MRI സ്കാൻസ്, എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം അവസ്ഥകളൊക്കെ നിർണ്ണയിക്കാനായിട്ടാണ് നമ്മൾ MRI ഉപയോഗിക്കുന്നത്, MRI സ്കാനുകൾ ഉപയോഗിക്കുന്നത്. ചില അവസ്ഥകൾ അവർ പറയുന്നുണ്ട് അല്ലെ. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഓക്കെ, നമ്മുടെ തലച്ചോറിന് സുഷുമ്നാ നാഡിക്കൊക്കെ സംഭവിക്കുന്ന എന്തെങ്കിലും രോഗാവസ്ഥകള്,
ബോൺസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ, എല്ലുകൾക്ക് സന്ധികൾക്ക് വരുന്ന പ്രശ്നങ്ങള്, ബ്രസ്റ്റ് അല്ലെ, ബ്രസ്റ്റിന് വരുന്ന ഇഷ്യൂസുകൾ, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ, ഹൃദയം, അതുപോലെ തന്നെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രക്തക്കുഴലുകൾ, അതിനൊക്കെ വരുന്ന എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്കാൻ ഉപയോഗിക്കുന്നുണ്ട്? MRI സ്കാന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തതാണ് ഓട്ടോക്ലേവ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഓട്ടോക്ലേവ്. എന്താണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോക്ലേവ് പഠിച്ചിട്ടില്ലേ? സ്റ്റെറിലൈസേഷനിൽ എന്താണ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? An autoclave is a mechanical device that uses high temperature steam sterilization. അത് തന്നെ, അതാണ് ഓട്ടോക്ലേവ് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. An autoclave, ചിത്രം കണ്ടല്ലോ. An autoclave is a mechanical device that uses high temperature steam and pressure to destroy the microorganisms such as bacteria, virus, fungus and spores on items that are put inside its pressure vessel. അല്ലെ, അതായത് ശരിക്കും പറഞ്ഞ എന്താണ്? ഉയർന്ന താപനിലയിലുള്ള നീരാവി, അതുപോലെ തന്നെ പ്രഷർ, മർദ്ദം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസംസുകൾ, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർസ്, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നശിപ്പിക്കാനായിട്ട്, ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓട്ടോക്ലേവ്സ് ആർ കോമൺലി യൂസ്ഡ് ആസ് എ സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ഇൻ ഹെൽത്ത് കെയർ, ലബോറട്ടറി, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. അത് പിന്നെ ആസ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് എന്ന് വേണ്ട കേട്ടോ, ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോക്ലേവ്സ് ആർ കോമൺലി യൂസ്ഡ് ആസ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്, ലബോറട്ടറി അല്ലെ, ലാബിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളിലൊക്കെ സ്റ്റീം സ്റ്റെറിലൈസർ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മതിയോ? ഇത്രയും മതിയോ നിങ്ങൾക്ക്? മടുത്തോ? ഓക്കെ, കുറച്ചുകൂടി പറയട്ടെ? മടുത്തു? നിർത്താം? മതി? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിനി കുറച്ചും കൂടി ഉള്ളൂ എക്യുപ്മെന്റ്സുകൾ, അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആയിരിക്കും കേട്ടോ. അങ്ങനൊരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നിങ്ങളുടെ എത്രയാണ് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി വെക്കുക കേട്ടോ. അതായിരിക്കും ഈ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ അതായിരിക്കും കേട്ടോ തുടങ്ങാൻ പോകും. ഓക്കെ, അതൊന്ന് എടുത്തു വെക്കുക. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചിട്ടൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ ക്ലിയർ അല്ലേ ഇന്ന് നമ്മൾ കണ്ടതൊക്കെ? എപ്പിഗ്ലോട്ടിസ് വിവിയൻ ക്ലാസ് കേട്ടില്ലായിരുന്നോ? ഞാൻ എപ്പിഗ്ലോട്ടിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ശ്വാസനാളത്തിനെയും അതുപോലെ തന്നെ അന്നനാളത്തിനെയും വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, ആ ഒരു അവയവമുണ്ട്. അതിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശ്വാസനാളം അന്നനാളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരേ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരേ ഭാഗത്ത് നിന്നാണ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശ്വാസനാളത്തിൽ പോകണില്ലല്ലോ, അന്നനാളത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അവയവമുണ്ട്, ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ഒരു തരണാസ്ഥി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഫംഗ്ഷൻ ഇതാണ്: ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും പരസ്പരം വേർതിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളമൊക്കെ ശ്വാസനാളത്തിലേക്ക് കടന്നു പോകാതെ അതിനെ തടയുക എന്നുള്ളതാണ് എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. മനസ്സിലായോ എപ്പിഗ്ലോട്ടിസ് എന്താണെന്നുള്ളത്? ക്ലിയർ അല്ലേ? എന്താണ്? ഷെറിനെയാണ് ചോദിച്ചത്. ഓക്കെ, അഡ്ജന്റ് എന്ന് പറഞ്ഞാൽ എയർവേ തന്നെയാണ് കേട്ടോ. എയർവേനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ, അഡ്ജന്റ് കേട്ടോ. അഡ്ജന്റ് അഥവാ എയർവേ എന്ന് പറയൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കണ്ടത് കേട്ടോ. അതിനകത്ത് നമ്മളല്ലേ ഫ്യൂണറൽ പ്രക്രിയയുടെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞില്ലേ? ഏതാണ്? ഫ്യൂണറൽ പ്രോസസ് ഇൻഷുറൻസിന്റെ.
പറഞ്ഞു. അതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ശവസംസ്കാരത്തിന് ഇൻഷുറൻസ് കൊടുക്കുന്നതെന്ന് മീൻ ചെയ്യുന്ന എന്താണ്? ശവസംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന പൗരന് എന്റെ ഫ്യൂണറൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്നതാണ് പറയുന്നത്. അതായത് കിട്ടുന്നത് അയാൾക്ക് ആവില്ല. മുതിർന്ന പൗരന് കിട്ടാന്ന് പറയുമ്പോൾ അത് കിട്ടുന്നത് ഇയാളുടെ മരണശേഷം ആർക്കായിരിക്കും കിട്ടുന്നുണ്ടാവാം? അയാളുടെ ബന്ധുക്കൾക്കായിരിക്കും. മനസ്സിലായോ? അത് തന്നെ മിസ്സേ, അപ്പോഴും അത് അവർക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാല് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണോ? സാമ്പത്തികം ഇല്ലാത്തതിനാലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അതെ, അത് ഏതിന്റെ ആനുകൂല്യമായിട്ടാണ് നമ്മൾ പഠിച്ചത്? ESIയുടെ ആനുകൂല്യമായിട്ടല്ലേ നമ്മൾ പഠിച്ചത്? അതെ, സാമ്പത്തികമായിട്ട് ESI ആനുകൂല്യം കിട്ടണമെങ്കിൽ തന്നെ 21,000 രൂപയിൽ പ്രതിമാസം 21,000 രൂപയിൽ കുറവുള്ള ആൾക്കാർക്ക് മാത്രമേ ESI ആനുകൂല്യം കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളില് അത്രയും വരുമാനം 21,000 രൂപയിൽ കുറവ് പ്രതിമാസ വരുമാനമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തില് ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് എന്ത് ആനുകൂല്യം കിട്ടും? ഫ്യൂണറൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ആനുകൂല്യം കിട്ടും. അയാൾക്ക് കിട്ടാന്ന് പറയുമ്പോൾ അയാളുടെ മരണശേഷം അയാളുടെ ബന്ധുക്കൾക്കായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക, അയാളുടെ മരണാവശ്യങ്ങൾ. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു. Thank you, ma'am.